ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സൈബോർഗായ മിൽസിനെയാണ് കാണിക്കുന്നത്. താൻ ഉണ്ടാക്കിയിരുന്ന റോബോട്ടുകളിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കെ മിൽസിന് ഒരു സന്ദേശം ലഭിച്ചു. നമുക്ക് ഒരു റീപ്രോഗ്രാം വർക്കുണ്ടെന്ന് അവളുടെ ബോസ് അവളെ അറിയിച്ചു. അങ്ങനെ മിൽസ് ഒരു സൈനിക താവളത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരു പരിശീലനത്തിന് പോകേണ്ടതുണ്ടെന്ന് ക്യാപ്റ്റൻ തൻ്റെ ടീമിലെ സൈനികരെ അറിയിച്ചു. 2 ദിവസത്തെ പരിശീലനമാണ് ആ സൈനികർക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ദൗത്യത്തിൽ പ്രോഗ്രാം ചെയ്യേണ്ടതിനായി മിൽസിനും പോകേണ്ടതുണ്ടായിരുന്നു. മിൽസ് കൂട്ടത്തിലുണ്ടായിരുന്ന ബുക്സ് എന്ന സൈനികനെ പരിചയപ്പെടാനായി ശ്രമിച്ചു. ബുക്സിന് അവളെ വലിയ താല്പര്യമായില്ല. ഞങ്ങളുടെ കമ്പനി സൈന്യത്തിൻ്റെ വെൻഡർമാരാണെന്ന് അവൾ അവനോട് പറഞ്ഞു. മിൽസിൻ്റെ കണ്ണിലെ സ്കാനർ ഓഫ് ചെയ്യാനായി ബുക്സ് അവളോട് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് അവർ ദൗത്യത്തിനായി പോകുന്ന വിമാനത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ്. മിൽസ് വിമാനത്തിലുണ്ടായിരുന്ന സൈനികരുടെ വിശദാംശങ്ങൾ തൻ്റെ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കി. യാത്രക്കിടെ ചിലർ ക്ഷീണം മൂലം ഉറങ്ങിയിരുന്നു. ഈ സമയത്ത് സൈനികരിൽ ചിലർ മിൽസിനെ പരിഹസിക്കുന്നതും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ മിൽസിന് നേരെ തോക്കു ചൂണ്ടി അവളെ പേടിപ്പിക്കുകയാണ്. എന്നാൽ മിൽസ് തൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് ആ ആയുധം സ്കാൻ ചെയ്യുകയും അത് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള തോക്കുകളിൽ നിന്നും വെടിയുതിർക്കാൻ പോലും സാധിക്കുമെന്ന് അവൾ സൈനികരെ അറിയിച്ചു. സൈന്യം തങ്ങളുടെ ലൊക്കേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം നിരീക്ഷിക്കപ്പെടുമെന്ന് ബുക്സ് കൂട്ടത്തിലുണ്ടായിരുന്ന സൈനികർക്ക് നിർദ്ദേശം നൽകി. അവിടെ എത്തിയപ്പോഴാണ് തനിക്കിനി ആഗോള നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മിൽസ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവരുടെ വിമാനം സൈന്യത്തിൻ്റെ ഒരു രഹസ്യ താവളത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ അവരെ സ്കാൻ ചെയ്യുകയും അങ്ങനെ അവിടെയുള്ള തുരങ്കത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. തങ്ങളെ നിരീക്ഷിക്കാൻ അവിടെ ആരും തന്നെ ഇല്ലാത്തത് ബുക്സിനെയും കൂട്ടരെയും അത്ഭുതപ്പെടുത്തി. നമ്മൾ തെറ്റായ സ്ഥലത്താണ് ഇറങ്ങിയതെന്ന് മിൽസ് സംശയിച്ചു. അവൾ ഇക്കാര്യം ബുക്സിനോട് പറഞ്ഞെങ്കിലും ബുക്സ് അത് സമ്മതിച്ചില്ല. പിന്നീട് വിമാനം തിരിച്ചുപോയി. അവരേവരും ആ ഒരു തുരങ്കത്തിനകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവർ പ്രാക്ടീസിനായി എത്തിച്ചേർന്നത് ഒരു വനത്തിലേക്കാണ്. ഈ സമയത്ത് അജ്ഞാതമായ എന്തോ ഒരു വസ്തു തങ്ങളെ നിരീക്ഷിക്കുന്നത് മിൽസ് കണ്ടിരുന്നു. നിരീക്ഷണത്തിനായി സൈന്യം ഒരു ഡ്രോണ് അയച്ചിരുന്നു. അങ്ങനെ സൈന്യം തങ്ങൾക്ക് പോകാനുള്ള ലൊക്കേഷൻ കണ്ടെത്തുകയും അവിടേക്ക് നീങ്ങുകയുമാണ്. യാത്രക്കിടെ വിചിത്രമായ 3 നിരീക്ഷണ ഡ്രോണുകൾ അവരുടെ പക്കലേക്ക് എത്തുകയാണ്. ഡ്രിഫ്റ്റർ എന്ന സൈനികൻ ആ ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഒരുങ്ങിയെങ്കിലും മിൽസ് അത് തടഞ്ഞു. പിന്നീട് മിൽസ് ആ ഡ്രോണുകളെ സ്കാൻ ചെയ്ത് ആക്സസ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ഡ്രിഫ്റ്റർ ഈ ഒരു കാര്യം തൻ്റെ ടീം അംഗങ്ങളെ അറിയിച്ചു. ഈ നേരത്തെ ആ ഡ്രോണുകൾ മറ്റുള്ളവരുടെ പക്കലേക്കും എത്തിയിരുന്നു. ഈ ഡ്രോണുകൾ AI-യിൽ പ്രവർത്തിക്കുന്നതാണെന്നും ഈ ഡ്രോണുകൾക്ക് ഓപ്പറേറ്റർമാരില്ലെന്നും മിൽസ് ഡ്രിഫ്റ്ററിനെ അറിയിച്ചു. ബുക്സും ഈ ഡ്രോണുകളെ കണ്ടിരുന്നു. ഡ്രോണുകൾ വകവയ്ക്കാതെ സംഘം മുന്നോട്ടേക്ക് നീങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം അവർ തങ്ങളുടെ പരിശീലന ലക്ഷ്യങ്ങൾ കാണുകയാണ്. പരിശീലനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന റോബോട്ടുകളെയാണ് അവർക്ക് നശിപ്പിക്കേണ്ടത്. ഈ സമയത്തും ഒരു ഡ്രോൺ ഡ്രിഫ്റ്ററിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം അവർ റോബോട്ടുകളെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആക്രമണത്തിനായി അവർ റോക്കറ്റുകളും മറ്റും ഉപയോഗിച്ചിരുന്നു. ഈ സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഡ്രോണുകൾ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പരിചയസമ്പന്നരായ സൈനികർ വളരെ പെട്ടെന്നു തന്നെ റോബോട്ടുമായുള്ള പരിശീലനത്തിൽ വിജയിച്ചു. എന്നാൽ ഡ്രോണുകൾ കണ്ട് മിൽസിന് സംശയം തോന്നുകയും അവൾ അവിടെ ഒരു അന്വേഷണം നടത്തുകയുമാണ്. അങ്ങനെ മിൽസ് മറ്റൊരു റോബോട്ടിനെ കൂടി ആ കാട്ടിൽ കാണുകയാണ്. ആ റോബോട്ടിനെ കണ്ട് മിൽസ് ആശ്ചര്യപ്പെട്ടു. എന്നാൽ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ മിൽസ് ഞെട്ടിപ്പോയി. അതിൻ്റെ തലയിൽ രക്തമുണ്ടായിരുന്നു. മിൽസ് ആ റോബോട്ടിനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. എങ്കിലും അവൾ ആ റോബോട്ടിൻ്റെ വിഷ്വൽസ് ഡൗൺലോഡ് ചെയ്യാനായി ശ്രമിച്ചു. അങ്ങനെ അവൾ ആ റോബോട്ട് ആരെയോ വെടിവെക്കുന്നതിൻ്റെ അവ്യക്തമായ വിഷ്വൽസ് കാണുകയാണ്. കണ്ണുകളടച്ച് മിൽസ് ആ വിഷ്വൽസിൻ്റെ പൂർണ്ണരൂപം ആക്സസ് ചെയ്യാനായി ശ്രമിച്ചു. അതിന് സാധിക്കാതെ മിൽസ് തൻ്റെ കണ്ണുകൾ തുറന്നു. പക്ഷേ അപ്പോഴേക്കും ആ ഒരു റോബോട്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഈ നേരത്തെ മിൽസിനെ ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞെന്നും നന്നായി ചെയ്യാൻ സാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരുടെ സന്ദേശമെത്തി. ചില യുദ്ധകഥകളെല്ലാം പറഞ്ഞുകൊണ്ട് സംഘം ആ കാട്ടിൽ ക്യാമ്പ് ചെയ്യുകയാണ്. എന്നാൽ മിൽസ് മാത്രം അല്പം ദൂരെ മാറി ഒറ്റയ്ക്കിരിക്കുകയാണ്. ഡ്രിഫ്റ്റർ അവളെ നോക്കിയതോടെ
അവളൊരു മനുഷ്യനല്ലെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അവനെ കളിയാക്കി. ഇവിടെയുള്ള പ്രാക്ടീസ് വളരെ എളുപ്പമായിരുന്നെന്നും സൈനികർ ഈ ഒരു സമയത്ത് വിലയിരുത്തിയിരുന്നു. മിൽസ് താൻ ആക്സസ് ചെയ്ത റോബോട്ടിലെ ചിത്രങ്ങൾ വീണ്ടും പരിശോധിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡ്രിഫ്റ്റർ അവളുടെ പക്കലേക്ക് വന്നു. നീ എവിടേക്കാണ് പോയിരുന്നതെന്ന് ഡ്രിഫ്റ്റർ അവളോട് ചോദിച്ചു. എപ്പോഴും ചുറ്റിലും ഒരു കണ്ണ് വേണമെന്ന് അവൾ ഡ്രിഫ്റ്ററിനെ മറുപടി നൽകി. എന്തുകൊണ്ടാണ് ബുക്സ് തന്നോട് സംസാരിക്കാത്തതെന്ന് ഈ സമയത്ത് അവൾ ഡ്രിഫ്റ്ററിനോട് ചോദിച്ചിരുന്നു. എന്നു മുതലാണ് നീ ഒരു സൈബോർഗായി മാറിയതെന്ന് ഈ സമയത്ത് ഡ്രിഫ്റ്റർ അവളോട് ചോദിച്ചു. 11 വയസ്സിൽ തനിക്ക് പക്ഷാഘാതം വന്നെന്നും അന്നു മുതലാണെന്നും അവൾ അവന് മറുപടി നൽകി. ഇരുവരും സംസാരിക്കുന്ന രംഗങ്ങൾ ബുക്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേപ്പറ്റി ബുക്സ് ഡ്രിഫ്റ്ററോട് ചോദിച്ചു. അവൾക്കിപ്പോൾ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ഡ്രിഫ്റ്റർ ബുക്സിനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യം ബുക്സ് വിശ്വസിച്ചിരുന്നില്ല. ഈ പരിശീലനത്തിനും മിൽസിനും എന്തോ പ്രശ്നമുണ്ടെന്ന് ബുക്സ് വിശ്വസിച്ചിരുന്നു. പിന്നീട് മിൽസ് ആ കാട്ടിൽ ഒരു കൂട്ടം ഡ്രോണുകളെ കാണുകയാണ്. അത് കാര്യമാക്കാതെ മിൽസ് ഉറങ്ങാനായി പോയി. ഈ സമയത്ത് ആ റോബോട്ടിലെ ദൃശ്യങ്ങൾ വീണ്ടും അവളുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതേ നേരം കാവൽ നിന്നിരുന്ന ലോഫ്റ്റസ് എന്ന സൈനികൻ്റെ പക്കലേക്ക് ഒരു ഡ്രോൺ പാഞ്ഞെത്തി. അവൻ ആ ഡ്രോണിനോട് അവിടെ നിന്നും പോകാനായി പറഞ്ഞു. ഈ സമയത്താണ് അവൻ കാട്ടിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. തോക്കിൽ ഘടിപ്പിച്ചിരുന്ന ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവൻ ചുറ്റിലും നോക്കി. ഈ സമയത്താണ് ഒരു റോബോട്ട് അവന് നേരെ വരുന്ന കാഴ്ച അവൻ ഭീതിയോടെ കാണുന്നത്. ഭീതിയോടെ അവൻ ആ റോബോട്ടിന് നേരെ നിറയൊഴിച്ചു. അപ്രതീക്ഷിതമായ വെടിയൊച്ചകൾ കേട്ട് ക്യാമ്പിലുണ്ടായിരുന്ന ഏവരും ഞെട്ടിയുണർന്നു. അങ്ങനെ ലോഫ്റ്റസിനെ കണ്ടെത്താനായി സംഘം കാട്ടിൽ തിരച്ചിൽ നടത്തുകയാണ്. പിറ്റേന്ന് രാവിലെയും സംഘം തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലവർ ചിതറിക്കിടക്കുന്ന ലോഫ്റ്റസിൻ്റെ രക്തം കാണാനിടയായി. അല്പദൂരം കൂടി മുന്നോട്ടേക്ക് നീങ്ങിയവർ ലോഫ്റ്റസിൻ്റെ മൃതശരീരം കണ്ടെത്തുകയാണ്. ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് അവൻ്റെ സുഹൃത്തുക്കളായ സൈനികർ പരിഭ്രാന്തിയിലായി. ഈ ഒരു സമയത്ത് അവരെ നിരീക്ഷിക്കാനായി ഒരു ഡ്രോൺ അവിടേക്ക് വരികയാണ്. പൊടുന്നനെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു സൈനികൻ വെടിയേറ്റ് മരിച്ചു വീഴുകയാണ്. ബുക്സ് സൈനികരോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീങ്ങാനായി കൽപ്പിച്ചു. മരങ്ങൾക്കിടയിൽ മറിഞ്ഞിരുന്നവരെ റോബോട്ടുകൾ ആക്രമിക്കുകയാണ്. രക്ഷപ്പെടാനായവർ ഫോഗ് ബോംബുകൾ എറിഞ്ഞ് അവിടെ പുകമറ സൃഷ്ടിച്ചു. റോബോട്ടുകൾക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ട് സംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പൊടുന്നനെ റോബോട്ടുകൾ വിചിത്രമായ രീതിയിൽ പിൻവാങ്ങുകയാണ്. നിർഭാഗ്യവശാൽ ഓട്ടത്തിനിടെ യൂണിറ്റിലെ ഒരു സൈനികൻ കൂട്ടം തെറ്റിപ്പോയിരുന്നു. അയാൾ ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. പൊടുന്നനെ ഡ്രോണുകൾ നിരീക്ഷണത്തിനായി അവൻ്റെ പക്കലേക്കെത്തി. ഉടൻ തന്നെ റോബോട്ടുകൾ അവിടേക്കെത്തി ആ ഒരു സൈനികനെ കൊലപ്പെടുത്തുകയാണ്. ഡ്രിഫ്റ്റർ ബുക്സിൻ്റെ പക്കലേക്ക് ചെന്ന് ഈ റോബോട്ടുകൾ അത്യന്തം അപകടകാരികളാണെന്ന് അവനോട് പറഞ്ഞു. സൈനികർ കൊല്ലപ്പെട്ട ദേഷ്യത്തിൽ ബുക്സ് മിൽസിൻ്റെ പക്കലേക്ക് ചെന്ന് നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളോട് വെളിപ്പെടുത്താനായി പറയുകയാണ്. തനിക്ക് ആ റോബോട്ടുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് മിൽസ് അവന് മറുപടി നൽകി. പ്രോഗ്രാമിൽ എന്തോ പിശക് പറ്റിയിട്ടുണ്ടെന്ന് അവൾ ബുക്സിനെ അറിയിച്ചു. ഇത് കേട്ടതോടെ ബുക്സ് കോപാകുലനായി. അത് അവളുടെ പ്രശ്നമായിരിക്കില്ലെന്നും പ്രോഗ്രാമറുടെ പിഴവായിരിക്കുമെന്നും ഡ്രിഫ്റ്റർ വാദിച്ചു. ഈ സമയത്ത് മറ്റൊരു സൈനികൻ കാണാതായ സൈനികൻ്റെ ഹെൽമറ്റുമായി അവിടേക്ക് ഓടിയെത്തി. അങ്ങനെ സംഘം കാണാതായ സൈനികനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. അന്വേഷണത്തിനിടെ മിൽസിനെ റോബോട്ടുകളെ പെട്ടെന്ന് കാണാൻ സാധിക്കുമെന്ന് ഡ്രിഫ്റ്റർ ബുക്സിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റോബോട്ടുകൾ തിരിച്ചും അവളെയും കാണുമെന്ന് മറ്റൊരു സൈനികൻ അഭിപ്രായപ്പെട്ടു. റോബോട്ടുകൾ പിൻവാങ്ങിയത് മിൽസ് കൂടെയുള്ളത് കൊണ്ടാകാമെന്ന് അവർ അനുമാനിച്ചു. ഈ സമയത്താണ് അവിടെ ചത്തുകിടന്നിരുന്ന കാട്ടുമൃഗങ്ങൾ മിൽസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. റോബോട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനായി അവയെ കൊന്നതാണെന്ന് മിൽസിനും കൂട്ടർക്കും മനസ്സിലായി. പൊടുന്നനെ കൂടുതൽ റോബോട്ടുകൾ അവരെ ആക്രമിക്കാനായെത്തി. അവർ പരമാവധി വേഗത്തിലോടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ഓട്ടത്തിനിടെ റോബോട്ടുകളുടെ ആക്രമണത്തിൽ നിന്നും മിൽസിനെ ബുക്സ് രക്ഷിച്ചിരുന്നു. അങ്ങനെ അവരിരുവരും യൂണിറ്റിൽ നിന്നും വേർപ്പെടുകയാണ്. ഡ്രിഫ്റ്റർ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. രാത്രിയിൽ ബുക്സ് മിൽസിനെ അവിടെയുണ്ടായിരുന്ന പ്രവേശന കവാടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ബുക്സ് ഡ്രിഫ്റ്ററിനെ വിളിച്ച് നിങ്ങളെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ തുടരാനായി ഉത്തരവിട്ടു. കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം
ബുക്സിന് മുൻപിൽ ഒരു ഡ്രോൺ പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രോൺ തിരിച്ചുപോയി. അപകടം മനസ്സിലാക്കിയ ബുക്സ് മിൽസിനെയും കൂട്ടി ഒളിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ അവിടേക്കെത്തിയ റോബോട്ട് ഇരുവരെയും കണ്ടിരുന്നില്ല. ഈ സമയത്ത് ബോധരഹിതയായി കിടന്നിരുന്ന മിൽസ് അല്പസമയത്തേക്ക് അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു. പിന്നീട് പിറ്റേന്ന് രാവിലെയാണ് മിൽസ് ഉണരുന്നത്. നമ്മളെ ആക്രമിക്കാനെത്തിയ റോബോട്ടിനെ കണ്ടെത്തണമെന്ന് മിൽസ് ബുക്സിനോട് പറഞ്ഞു. എന്തിനാണെന്ന് ബുക്സ് അവളോട് ചോദിച്ചു. അതിപ്പോൾ പറയാനാവില്ലെന്നായിരുന്നു അവളുടെ മറുപടി. പിന്നീട് അവർ അവശേഷിച്ചിരുന്ന 3 സൈനികരുടെ പക്കലേക്ക് ചെന്നു. റോബോട്ടുകൾ തങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നീട് സംഘം അവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ബുക്സും മിൽസും പ്രവേശന കവാടത്തിൻ്റെ അരികിലേക്ക് നടന്നു. ഈ സമയം മറ്റു സൈനികർ ചുറ്റിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവേശന കവാടത്തിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ബുക്സിനെ തിരിച്ചറിയാത്തതിനാൽ വാതിൽ തുറന്നില്ല. ഉടനെ റോബോട്ടുകളുടെ നിരീക്ഷണ ഡ്രോണുകൾ അവിടേക്ക് പാഞ്ഞെത്തുകയാണ്. അതോടെ വാതിൽ തുറക്കാനുള്ള ദൗത്യം മിൽസ് ഏറ്റെടുത്തു. ഈ സമയം റോബോട്ടുകൾ അവർക്കു നേരെ ഫോഗ് ബോംബുകൾ പ്രയോഗിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റോബോട്ടുകൾ അതേപടി പകർത്തുകയാണെന്ന് സൈനികർ മനസ്സിലാക്കി. ഉടനെ റോബോട്ടുകൾ അവിടേക്ക് ചാടി വീഴുകയും സൈനികർക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിക്കുകയുമാണ്. അതിനാൽ തന്നെ ബാക്കിയുള്ള 3 സൈനികരും ഓടി ഒളിക്കാനായി ശ്രമിക്കുകയാണ്. ഭാഗ്യവശാൽ ഈ സമയത്ത് മിൽസിനെ ഡോർ ഹാക്ക് ചെയ്ത് അത് തുറക്കാനായി സാധിച്ചിരുന്നു. അതേസമയമാവട്ടെ ബുക്സ് തൻ്റെ സൈനികരെ രക്ഷിക്കാനായി അവരുടെ പക്കലേക്ക് ഓടി. മറ്റു സൈനികരെ രക്ഷിക്കാനായി ഡ്രിഫ്റ്റർ റോബോട്ടുകൾക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് റോബോട്ടിൻ്റെ പക്കൽ നിന്നും അവന് വെടിയേറ്റു. ഇത് കണ്ട ബുക്സ് അവനെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. റോബോട്ട് ഡ്രിഫ്റ്ററിനെ പിടികൂടുന്ന കാഴ്ച മിൽസും കണ്ടിരുന്നു. മിൽസിനെ കണ്ടതോടെ റോബോട്ടുകൾ ഷൂട്ടിംഗ് നിർത്തി. മിൽസ് റോബോട്ടുകളെ നിർജീവമാക്കാനായി ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. മിൽസ് ഇപ്പോഴും റോബോട്ടുകളെ നിർജീവമാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അവൾ സൈനികരോട് വെടിവെക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. അവൾക്കതിനെ സാധിക്കാതെ വന്നതോടെ റോബോട്ടിൻ്റെ കൈകളാൽ ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് മുൻപ് ബുക്സ് ഡ്രിഫ്റ്ററെ ഷൂട്ട് ചെയ്തു കൊന്നു. തൻ്റെ സുഹൃത്തായ ഡ്രിഫ്റ്റർ കൊല്ലപ്പെട്ടത് മിൽസിനെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം അവർ വന്നിരുന്ന തുരങ്കത്തിനകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. ഈ ഒരു സമയത്താണ് ആ റോബോട്ടുകളെ സൃഷ്ടിച്ചത് താനായിരുന്നുവെന്ന് മിൽസ് ബുക്സിനോടും കൂട്ടരോടും വെളിപ്പെടുത്തുന്നത്. അതോടെ സൈനികർ അവൾക്കു നേരെ തോക്കു ചൂണ്ടി. റോബോട്ടുകൾ എന്താണ് ഇവിടെയെന്ന് തനിക്കറിയില്ലെന്ന് മിൽസ് അവരോട് പറഞ്ഞു. AI പ്രോഗ്രാം എഴുതിയതും ഡിസൈൻ ചെയ്തതും താൻ തന്നെയാണെന്ന് മിൽസ് സൈനികരെ അറിയിച്ചു. പക്ഷേ ആ കോഡുകളിൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുകയാണെന്ന് മിൽസ് ബുക്സിനെയും കൂട്ടരെയും അറിയിച്ചു. തനിക്കവയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മിൽസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ അതിൻ്റെ സമയം കഴിഞ്ഞുപോയെന്ന് ബുക്സ് അവളെ അറിയിച്ചു. ആ റോബോട്ടുകൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് സൈനികർ മിൽസിനോട് ചോദിച്ചു. റോബോട്ടുകൾ നിങ്ങൾക്കുള്ള പകരക്കാരാണെന്ന് മിൽസ് സൈനികർക്ക് മറുപടി നൽകി. അവ മനുഷ്യരെ പോലെ തന്നെ സ്വയം പഠിക്കുന്ന റോബോട്ടുകളാണെന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട് നീ കാരണമാണ് എൻ്റെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് ബുക്സ് മിൽസിനോട് ദേഷ്യപ്പെട്ടു. അവൻ്റെ വാക്കുകൾ മിൽസിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഈ ഒരു സമയത്ത് റോബോട്ടുകൾ അകത്തേക്ക് പ്രവേശിക്കാനായി വാതിൽ പൊളിക്കാൻ ആരംഭിച്ചിരുന്നു. അതോടെ മിൽസും കൂട്ടരും തുരങ്കത്തിൻ്റെ അതീവ സുരക്ഷയുള്ള മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. മിൽസ് അവിടുത്തെ ലൈറ്റുകൾ ഓണാക്കി. അതിനകത്തും പവർ ഓണാക്കാത്ത നിലയിലുള്ള നിരവധി AI റോബോട്ടുകൾ ഉണ്ടായിരുന്നു. ശേഷം അവർ അവിടെയുണ്ടായിരുന്ന മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് അവർ റോബോട്ടുകൾ കൊന്നിരുന്ന അവിടുത്തെ ജീവനക്കാരുടെ മൃതശരീരങ്ങൾ കാണുന്നത്. പിന്നീട് മിൽസ് പുറം ലോകവുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ശേഷം മിൽസ് മറ്റൊരു റൂമിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഡോറ് ലോക്ക് ചെയ്യുകയാണ്. റോബോട്ടുകളെ നിയന്ത്രിക്കാനായി മിൽസ് അവിടെ ഉണ്ടായിരുന്ന ഒരു റോബോട്ടിനെ ഓണാക്കുകയാണ്. ആ റോബോട്ടിലൂടെ മറ്റു റോബോട്ടുകളെ നിയന്ത്രിക്കാമെന്നാണ് അവൾ കരുതിയിരുന്നത്. ആ റോബോട്ട് മിൽസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരംഭിച്ചു. ആ ഒരു റോബോട്ടിനും സൈനികരെ കൊല്ലാനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. മിൽസ് അത് റദ്ദാക്കാനായി ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഒരു മനുഷ്യൻ കാരണമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവുകൾ അനുസരിക്കാൻ സാധിക്കാത്തതെന്ന് റോബോട്ട് അവളോട് പറഞ്ഞു. മിൽസിന്
തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് റോബോട്ട് മനസ്സിലാക്കി. എന്നിരുന്നാലും മിൽസ് ഇപ്പോഴും പ്രതീക്ഷയോടെ ആ റോബോട്ടിനെ ആക്സസ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് അതിനു കഴിഞ്ഞില്ല. പിന്നീട് ആക്റ്റീവായ ആ ഒരു റോബോട്ട് മറ്റു റോബോട്ടുകളെ കൂടി ഓണാക്കാൻ ആരംഭിച്ചു. ഇതേ നേരത്താണ് പുറത്തുണ്ടായിരുന്ന റോബോട്ടുകൾ വാതിൽ പൊളിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ നേരത്ത് ബുക്സും കോട്ടനും വാതിൽ തുറന്ന് മിൽസിനെ റോബോട്ടുകളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ്. പക്ഷേ റോബോട്ടുകൾ ആ ഒരു വാതിലും പൊളിക്കാൻ ആരംഭിച്ചു. റോബോട്ടുകളുടെ കയ്യിൽപ്പെടാതെ ബുക്സും കോട്ടനും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു. സൈനികർ റോബോട്ടുകളിൽ ചിലതിനെ ബോംബ് വെച്ച് തകർത്തു. പിന്നീടവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പരിശീലന ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയും നിരവധി ജീവനക്കാർ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പട്ടാളക്കാർ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനിടെ മിൽസ് അവർ വെടിവെച്ചിട്ടിരുന്ന റോബോട്ടിൻ്റെ പക്കൽ നിന്നും ഒരു ഗ്രനേഡ് കൈക്കലാക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ സൈനികർ തുല്യമായി വീതിച്ചു. തൻ്റെ സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട രംഗങ്ങൾ ഓർത്തെടുത്ത് മിൽസ് വിതുമ്പി. ഏതു നിമിഷവും റോബോട്ടുകൾ തങ്ങളെ ആക്രമിക്കാനെത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ സമയത്താണ് ബുക്സ് മിൽസിൻ്റെ പക്കലുള്ള ഗ്രനേഡ് കാണുന്നത്. റോബോട്ടിനെ നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നും ഇതിൻ്റെ പരിധി ചെറുതാണെന്നും മിൽസ് ബുക്സിനോട് പറഞ്ഞു. റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന ലീഡറായ ഒരു റോബോട്ട് ഉണ്ടാകുമെന്നും അതിനെ നശിപ്പിച്ചാൽ കാര്യങ്ങൾ വരുതിയിലാക്കാൻ സാധിക്കുമെന്നും മിൽസ് ബുക്സിനെ അറിയിച്ചു. കൂടുതൽ പരിശീലനങ്ങൾക്ക് വേണ്ടിയാണ് റോബോട്ടുകൾ ഒറ്റയടിക്ക് നമ്മളെ കൊല്ലാത്തതെന്നും അവൾ ബുക്സിനോട് വ്യക്തമാക്കി. സ്വന്തം ജീവൻ ബലി കൊടുത്ത് ഗ്രനേഡ് ഉപയോഗിച്ച് റോബോട്ടുകളുടെ ലീഡറെ കൊല്ലാനായിരുന്നു മിൽസിൻ്റെ പദ്ധതി. മിൽസ് കൊല്ലപ്പെടുമെന്നുള്ളതിനാൽ ഈ ഒരു ആശയത്തോട് ബുക്സിന് യോജിപ്പുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ അവർ റോബോട്ടുകളെ കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ റോബോട്ടുകൾ അവരെ ആക്രമിക്കാനായി എത്തി. സൈനികർ അവർക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരുന്നു. പോരാട്ടത്തിനിടെ അവർ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ബോംബുകൾ ഉപയോഗിച്ച് കുറച്ച് റോബോട്ടുകളെ വകവരുത്തി. പോരാട്ടത്തിന് ഏകോപനം നൽകിയിരുന്ന മിൽസ് സൈനികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കെ ഡ്രോണുകൾ ഒളിച്ചിരുന്നിരുന്ന സൈനികരെ കണ്ടെത്തി. അതിസങ്കീർണമായ പോരാട്ടത്തിനിടയിൽ സൈനികർക്കും വെടിയേറ്റിരുന്നു. അങ്ങനെ സാരമായി പരിക്കേറ്റ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികന് കൂടി മരണത്തിന് കീഴടങ്ങി. എൻ്റെ കയ്യിൽ നിന്നും നമ്മൾ സ്ഥാപിച്ചിരുന്ന ബോംബുകളുടെ റിമോട്ട് വീണുപോയെന്ന് പരിക്കേറ്റിരുന്ന സൈനികൻ ബുക്സിനെ അറിയിച്ചു. അങ്ങനെ ബുക്സ് ജീവൻ പണയം വെച്ച് അതെടുക്കാനായി പോവുകയാണ്. ഈ ഒരു സമയത്ത് അവിടേക്ക് ഓടിയെത്തിയ മിൽസ് അത് കയ്യിലെടുക്കുകയാണ്. ആ റിമോട്ട് ഉപയോഗിച്ച് ബോംബ് പൊട്ടിച്ച് മിൽസ് റോബോട്ടുകളുടെ ലീഡറെ കൊലപ്പെടുത്താനായി ശ്രമിച്ചു. എന്നാൽ പൊടുന്നനെ ആ റോബോട്ട് മിൽസിൻ്റെ ദേഹത്തേക്ക് നിറയൊഴിച്ചു. ഇത് കണ്ട് ബുക്സ് അവളെ താങ്ങിപ്പിടിച്ചു. അതോടെ മിൽസ് റിമോട്ട് ഉപയോഗിച്ച് താൻ സ്ഥാപിച്ചിരുന്ന റോബോട്ടിൻ്റെ പക്കൽ നിന്നും കിട്ടിയിരുന്ന ഗ്രനേഡ് തകർത്തു. ഒരു നിമിഷത്തേക്ക് മിൽസും അവിടെ ഉണ്ടായിരുന്ന റോബോട്ടുകളും നിശ്ചലമായി. എന്നാൽ പിന്നീട് ലീഡറായ റോബോട്ട് ബുക്സിനെയും മിൽസിനെയും ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഭീതിയോടെ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചു. ബുക്സ് തങ്ങൾക്ക് പുറകെ വന്നിരുന്ന റോബോട്ടിനു നേരെ വെടിയുതിർക്കുകയാണ്. ഇതേ സമയം മിൽസ് മുകളിൽ മരിച്ചു കിടന്നിരുന്ന പട്ടാളക്കാരൻ്റെ മൃതശരീരത്തിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം റോബോട്ട് ബുക്സിനെ മിൽസിൻ്റെ പക്കലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. പിന്നീട് ലീഡറായ ആ ഒരു റോബോട്ട് മിൽസിനെ കൊല്ലാനൊരുങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ മിൽസ് കൊല്ലപ്പെട്ടിരുന്ന പട്ടാളക്കാരൻ്റെ തോക്ക് തൻ്റെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൾ ആ സൈനികൻ്റെ തോക്ക് ഉപയോഗിച്ച് റോബോട്ടിൻ്റെ തലയിലേക്ക് നിറയൊഴിക്കുകയാണ്. അങ്ങനെ ആ ഒരു റോബോട്ട് നിലംപരിശായി താഴെ വീഴുകയാണ്. ഈ നേരത്തെ റോബോട്ട് അവളെ സ്കാൻ ചെയ്ത് അവളുടെ തലച്ചോറിലെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. ശേഷം ആ ഒരു റോബോട്ട് നിശ്ചലമായി. പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുപോകാനായി ഒരു സൈനിക വിമാനം അവിടേക്കെത്തി. ബുക്സും മിൽസും മറ്റൊരു സൈനികനും മാത്രമാണ് ആകെ അവശേഷിച്ചിരുന്നത്. പിന്നീട് സൈന്യം മിൽസിനെ സൈനിക ഹെലികോപ്റ്ററിലേക്ക് മാറ്റാനൊരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് റോബോട്ടുകളുടെ ദൗത്യം ഏറ്റെടുക്കുന്നതായി കാണിച്ചുകൊണ്ട് മിൽസ് കണ്ണുകൾ തുറന്നു. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.